നിങ്ങളുടെ സ്വന്തം സഹോദരിയെ ഒരാൾ പൊതുവേദിയിൽ അപമാനിച്ചു, ശാരീരികമായി ആക്രമിച്ചു, അവളുടെ ജീവിതം തന്നെ തകർത്തു. ഒരു സഹോദരൻ എന്ന നിലയിൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ചെറുപ്പം മുതലേ കേട്ട കഥയിലെ രാവണൻ വില്ലനാണ്. പക്ഷേ കഥയുടെ മറുവശം കേട്ടിട്ടുണ്ടോ? ശ്രീലങ്കയിലെ പലർക്കും രാവണൻ ഒരു രാക്ഷസനല്ല. അയാൾ ഒരു അതിബുദ്ധിമാനായ രാജാവാണ്, ഒരു എഞ്ചിനീയർ, ഒരു സ്ട്രാറ്റജിസ്റ്റ്. സ്വന്തം സഹോദരിയുടെ അവസ്ഥ കണ്ടിട്ട് പൊട്ടിത്തെറിച്ച ഒരു സഹോദരൻ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് രാമായണത്തിൻ്റെ മറ്റൊരു പെർസ്പെക്റ്റീവാണ്, രാവണൻ്റെ പെർസ്പെക്റ്റീവ്. പുരാണങ്ങളിൽ അവളെ രാക്ഷസി എന്നാണ് വിളിച്ചത്. പക്ഷേ മറ്റൊരു ആംഗിളിൽ നോക്കിയാൽ അവൾ ലങ്കയുടെ രാജാവിൻ്റെ സഹോദരിയായിരുന്നു. ശൂർപ്പണഖ രാമനെയും ലക്ഷ്മണനെയും കാണുന്നു. അവൾ സംസാരിക്കുന്നു, അവൾ ആകർഷിക്കപ്പെടുന്നു. പക്ഷേ പിന്നെ കാര്യങ്ങൾ മോശമാകുന്നു. പല വേർഷൻസിലും പറയുന്നത് അവളെ പരിഹസിച്ചു, അപമാനിച്ചു, പിന്നീട് ലക്ഷ്മണൻ അവളെ ഉപദ്രവിച്ചു. ഒരു സ്ത്രീയുടെ മുഖം വികൃതമാക്കുക അതൊരു ശാരീരിക ആക്രമണം മാത്രമല്ല, അത് പബ്ലിക് ഹ്യൂമിലിയേഷനാണ്. ഇനി ഒരു നിമിഷം രാവണന്റെ സ്ഥാനത്ത് ഒന്ന് ചിന്തിക്കൂ. അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് രക്തത്തിൽ കുളിച്ച സഹോദരി എത്തുന്നു, കരയുന്നു, അപമാനത്തിന്റെ കഥ പറയുന്നു. അപ്പോൾ ഒരു രാജാവായാലും ഒരു സഹോദരനായാലും അയാൾ എന്തു ചെയ്യും? ഇന്ത്യൻ പുരാണത്തിൽ രാവണൻ ഒരു വില്ലനാണ്. പക്ഷേ ശ്രീലങ്കയിലെ ചില കഥകളിൽ അദ്ദേഹം ഒരു മഹാരാജാവാണ്. പല ശ്രീലങ്കൻ നറേറ്റീവ്സിലും രാവണനെക്കുറിച്ച് പറയുന്നത് അതീവ ബുദ്ധിശക്തിയുള്ള റൂളർ, സംഗീതജ്ഞൻ, ശിവഭക്തൻ, ആയുർവേദ അറിവുള്ള വൈദ്യൻ, ജ്യോതിശാസ്ത്രജ്ഞൻ, അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് അറിവുള്ള സ്ട്രാറ്റജിസ്റ്റ്. 10 തല എന്നത് ലിറ്ററൽ അല്ലെന്നും 10 മേഖലകളിലെ അറിവിൻ്റെ പ്രതീകമാണെന്നും ചിലർ വിശ്വസിക്കുന്നു. പുഷ്പക വിമാനം അഥവാ ആകാശത്ത് സഞ്ചരിച്ചിരുന്ന യന്ത്രം ഇന്ന് അത് മിത്താണോ റിയാലിറ്റി ആണോ എന്ന് ആർക്കും ഉറപ്പിച്ച് പറയാനാവില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, രാവണനെ വെറും ബ്രൂട്ട് വില്ലനായി മാത്രം കാണാത്ത ഒരു വലിയ ജനവിഭാഗം ഇന്നുണ്ട്. ശ്രീലങ്കയിലെ പല റീഇൻ്റർപ്രിട്ടേഷൻസിലും രാവണൻ തൻ്റെ രാജ്യത്തെ സംരക്ഷിച്ച റൂളറായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യം, രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയത് എന്തിനാണ്? പരമ്പരാഗത കഥയിൽ അത് വില്ലനിയാണ്. പക്ഷേ ഓൾട്ടർനേറ്റീവ് പെർസ്പെക്റ്റീവ് പറയുന്നത് വേറെയാണ്. അവരുടെ വേർഷൻ പ്രകാരം ഇത് വെറും മോഹമല്ല, ഇത് റീറ്റാലിയേഷനാണ്. എൻ്റെ സഹോദരിയെ ഇങ്ങനെ അപമാനിച്ചാൽ ഞാനും നിങ്ങളുടെ ജീവിതം തകർക്കും എന്ന സൈക്കോളജിക്കൽ റീറ്റാലിയേഷൻ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. പല വേർഷൻസിലും രാവണൻ സീതയെ ബലമായി സ്പർശിച്ചില്ലെന്ന് പറയുന്നു. സീതയെ ഫോഴ്സ് ചെയ്തിട്ടില്ല, സംസാരിക്കാൻ ശ്രമിച്ചു പക്ഷെ അതിർത്തി കടന്നില്ല എന്നാണ് പല റീറ്റെല്ലിങ്സും പറയുന്നത്. ഇവിടെയാണ് പലരും ചോദിക്കുന്നത്, അദ്ദേഹം ഒരു പ്യുവർ ഈവിൾ, അത്രയ്ക്ക് ദുഷ്ടനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് സീതയെ ബലമായി ഉപദ്രവിച്ചില്ല? കാരണം റിയൽ വില്ലൻസിന് പലപ്പോഴും ലെയേഴ്സ് ഉണ്ടാകില്ല. രാവണന് ഉണ്ടായിരുന്നു. അദ്ദേഹം സ്കോളറായിരുന്നു, സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്നു. പക്ഷേ ആങ്കർ അദ്ദേഹത്തെ നശിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ സംസാരിക്കേണ്ടത് രാവണൻ്റെ ടാക്ടിക്കൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. സീതയെ നേരിട്ട് പിടിക്കാൻ അദ്ദേഹം പോയില്ല. ആദ്യം ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കി, അതിനുശേഷം രാമനെ ക്യാമ്പിൽ നിന്ന് അകറ്റി, അതിനുശേഷം സീത ഒറ്റയ്ക്കായ സമയത്ത് ഡിസ്ഗൈസ്ഡ് എൻട്രി. ഇത് ബ്രൂട്ട് ഫോഴ്സ് അല്ല, സൈക്കോളജിക്കൽ വാർഫെയർ ആണ്. എനിമി ക്യാമ്പ് സ്പ്ലിറ്റ് ചെയ്യുക, അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുക, ഇമോഷൻ മാനിപ്പുലേറ്റ് ചെയ്യുക, വീക്കസ്റ്റ് ടൈമിംഗ് ചൂസ് ചെയ്യുക. ഇതൊരു ഓർഡിനറി വില്ലൻ്റെ മൂവല്ല, ഒരു മിലിറ്ററി സ്ട്രാറ്റജിസ്റ്റിൻ്റെ മൂവാണ്. അതുകൊണ്ടാണ് ചില ഹിസ്റ്റോറിയൻസും ഓൾട്ടർനേറ്റീവ് റിസർച്ചേഴ്സും രാവണനെ ഒരു അഡ്വാൻസ് ടാക്ടീഷ്യനായി ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ മോറലി റൈറ്റ് ആണെന്ന് എല്ലാവരും പറയില്ല, പക്ഷേ അദ്ദേഹം ഫൂളിഷ് വില്ലൻ ആയിരുന്നില്ല. ഹി വാസ് കാൽക്കുലേറ്റഡ്. പക്ഷേ എല്ലാ മഹാന്മാർക്കും ഒരു ഫാറ്റൽ ഫ്ലോ ഉണ്ടാകും. രാവണൻ്റേത് അഹങ്കാരം. അദ്ദേഹം അതിബുദ്ധിമാനായിരുന്നു, പക്ഷേ ആങ്കറും ഈഗോയും ചേർന്നപ്പോൾ അദ്ദേഹം ഡിസ്ട്രക്ഷനിലേക്ക് നടന്നു. പല വേർഷൻസിലും വിഭീഷണൻ പോലും വാർണിംഗ്സ് നൽകുന്നുണ്ട്, ഇത് അവസാനിപ്പിക്കുമെന്ന്. പക്ഷേ രാവണൻ വീണ്ടും മുന്നോട്ട് പോയി. അവസാനം എന്തു സംഭവിച്ചു? ഒരു വലിയ രാജാവ് വീണു. പക്ഷെ ഇന്നും ചോദ്യം ബാക്കിയുണ്ട്, അദ്ദേഹം പ്യുവർ വില്ലൻ ആയിരുന്നോ, അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസിനും റേജിനും കീഴടങ്ങിയ ട്രാജിക് കിങ് ആയിരുന്നോ? ചരിത്രവും പുരാണങ്ങളും എപ്പോഴും വിജയികൾ എഴുതുന്നതാണെന്ന് പലരും പറയുന്നു. അതുകൊണ്ട് തോറ്റവൻ പലപ്പോഴും വില്ലനാകും. രാവണൻ യഥാർത്ഥത്തിൽ ആരായിരുന്നു? രാക്ഷസൻ അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റുഡ് കിങ്? അത് നിങ്ങൾ തീരുമാനിക്കൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, ഈ കഥ നമ്മൾ ചെറുപ്പം മുതൽ കേട്ടതിനേക്കാൾ വളരെ കോംപ്ലക്സ് ആണ്. നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ പറയൂ. നിങ്ങൾ രാവണനെ എങ്ങനെയാണ് കാണുന്നത്? വില്ലൻ, ഹീറോ, അല്ലെങ്കിൽ ഇരുവരുടെയും ഇടയിൽ കുടുങ്ങിപ്പോയ ഒരു മനുഷ്യൻ?